അങ്ങനെ പെട്ടിയും കുട്ടിയൊക്കെ എടുത്ത വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാനുള്ള ത്വരയിലിറങ്ങി ഓടിയതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 1.5 വർഷം കൂടി മകളെ കണ്ടപ്പോൾ അവർക്കങ്ങനെ സർപ്രൈസ്ഡ് ആയ മുഖമൊന്നുമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മനസ്സ് വിഷമിച്ചെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് വീടെത്തിയല്ലോ എന്ന് ഞാൻ സന്തോഷിച്ചു. രാവിലെ തന്നെ എണീറ്റ് നമ്മളിന്ന് വീട് നിരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീട് ഈ ഒരു കോലത്തിൽ കാണുന്നത്. കുറച്ച് റിനോവേഷൻസൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ അതിനൊന്ന് കാണുന്നത്. അവിടെ ഇരിക്കാൻ പോലുള്ള സമയം എനിക്ക് കിട്ടിയില്ല. അതിനിപ്പുറം തന്നെ നമ്മൾ അടുത്ത സെറ്റ് ട്രാവലിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളങ്ങനെ രാജക്കാട് നിന്ന് വി ആർ ഗോയിങ് ടു കോയമ്പത്തൂർ. എൻ്റെ സ്വന്തം ചേച്ചീൻ്റെ കല്യാണമാണ്. സോ ഇതാണ് നമ്മുടെ ബ്രൈഡ് കുട്ടി. അവളുടെ കല്യാണമാണ്. കോയമ്പത്തൂർ വെച്ചിട്ടാണ് മാരേജ് ആൻഡ് ഷീ ഈസ് ഓൾസോ ഗെറ്റിംഗ് മാരീഡ് ടു കോയമ്പത്തൂർ. അപ്പം ഞങ്ങൾ രാവിലെ ഇറങ്ങി. നമ്മൾ പോകുന്നത് മൂന്നാർ, മറയൂർ, ചിന്നാർ വഴി കോയമ്പത്തൂരാണ്. അതാണ് നമുക്ക് എളുപ്പം. ഒരു 6 അവർ ട്രാവലാണുള്ളത്. വഴി സൈഡിലൊക്കെ മറയൂർ അപ്പുറം നല്ല ജക്രാന്തിയൊക്കെ പൂത്ത് നിൽപ്പുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മൂന്നാർ തൊട്ട് മറയൂർ വരെ ഒരു 40 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട വഴിയാണ്. വളവും തിരിവൊക്കെ ആയിട്ട് വലിയ പാടാണ്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് പൊക്കോളും. ഇതാണ് ചിന്നാർ കാട്. നമ്മുടെ മറയൂർ ഒരു സാൻഡൽ ഫോറസ്റ്റ് കഴിഞ്ഞ് പിന്നെ കയറുന്നത് ചിന്നാറാണ്. ഇത് സാൻഡൽ ഫോറസ്റ്റ് ഏരിയ ആട്ടെ. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിന്നാറിലോട്ടാണ് കയറുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ കാട്ടാനക്കുട്ടീനെ കണ്ടായിരുന്നു. പിന്നെ മയിലിനെ കുറേ കണ്ടു, സിംഹവാലൻ കുരങ്ങിനെ കണ്ടു, മാനിനെ കണ്ടു. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായി. പക്ഷേ മാനിനെ കണ്ടപ്പോൾ അതൊരൊറ്റ മാനായിരുന്നു, ഒരു ചെറിയ മാൻ. പിന്നെ കുറേ ദിവസം എനിക്ക് വിഷമമായിരുന്നു, മാനിനി എന്തെങ്കിലും ഓടിച്ചു വന്നതാണോ. കാരണം പുള്ളിയുടെ മുഖത്ത് ഞാനൊരു സങ്കടം കണ്ടായിരുന്നു. ഈ റോഡ് കുറച്ച് വീതി കുറഞ്ഞ റോഡാണ്. കഷ്ടി 2 വണ്ടിക്ക് പോകാം, അങ്ങനെ ഒരു ഇതേ ഉള്ളൂ മറയൂർ വരെ. പിന്നെ ചിന്നാർ റൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയോ ഒരു വണ്ടി സൈഡ് ഇറക്കി കഴിഞ്ഞാൽ അപ്പുറത്തൊരു വണ്ടി സൈഡിൽ കൂടെ പോകും. പക്ഷേ എനിക്ക് എപ്പോഴും റോഡിൽ കൂടെ പോകുമ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫീലാണ് കിട്ടുന്നത്. ഭയങ്കരമായിട്ട് നമ്മളൊരു ഡ്രൈ ഏരിയയിൽ ചെന്നതുപോലെ. ഇതെല്ലാം ഭയങ്കരമായിട്ട് ഒരു ഈ വലത്തെ സൈഡിലെ മലയൊക്കെ കുറച്ച് ഇടുങ്ങി താഴത്തോട്ടിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 5-5.5-6 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മൾ കോയമ്പത്തൂർ എത്തി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ഇത്ര ട്രാവൽ ചെയ്യുന്നത്. എന്നാലും വലിയ തരക്കേടില്ലാതെ നമ്മൾ കോയമ്പത്തൂർ എത്തി. വരും ദിവസങ്ങളിൽ എൻ്റെ സിസ്റ്ററിൻ്റെ സ്വന്തം മാരേജാണ്.